ഗൈസ്, ഇതൊക്കെ ഗാംബ്ലിംഗ് മെഷീൻസ് ആണ്. ഈ വേഗസ് ഒരു തെറ്റിദ്ധാരണ ആളുകളിലുണ്ട്. അത് മാറ്റാനാണ് ഞാൻ ഈ വേഗസിലേക്ക് വന്നത്. Morning guys, welcome back to my channel Kannada Kerala. ആക്ച്വലി നമ്മുടെ മുറിയില് വ്യൂ കൊള്ളാം ഗൈസ്. രാത്രിയൊന്നും കണ്ടില്ല. നോക്കൂ. We only live once. മലകൾ, പനകൾ, ശരി കേട്ടോ, ദുബായ് പോലെ ഉണ്ട്. അയ്യോ, ഇത് മദ്രാസ് അല്ല, ഇത് വേഗസ് അല്ല. ഇൻ ആൻഡ് ഔട്ട്. ഗായ്സ്, ആദ്യം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടെ എഗ് സ്ലട്ട് എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമ്മൾ അവിടെ പോയാണ് കഴിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ മേടിച്ച് നേരെ ഹൂവർ ഡാം ഓർ രണ്ടിലൊന്നായിരിക്കും നമ്മൾ പോകുന്നത്. ഗൈസ്, ഇതൊക്കെ ഗാംബ്ലിംഗ് മെഷീൻസ് ആണ്. ഈ മെഷീനിൽ നമ്മൾ കാശ് ഇടുന്നു. ചുമ്മാ ഭാഗ്യക്കളി അതല്ല സത്യം പറഞ്ഞാൽ. നമ്മളിങ്ങനെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുക, സ്ക്രോളിൽ തന്നെ സ്ക്രോൾ ആവും. ജാക്ക് പോട്ട് ഓരോ സംഭവങ്ങൾ മാച്ച് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് കിട്ടും. അങ്ങനത്തെ പരിപാടികളാണ്. രാവിലെ ആളുകൾ ഗാംബിളിയാണ് ഗൈസ്. നമ്മൾ കാർ പാർക്ക് ചെയ്തെടുത്ത് പോവാണ് ഗൈസ്. നമ്മുടെ എക്സ്കാലിബർ ഹോട്ടലാണ് ഈ കാണുന്നത് ഗൈസ്. ഹോട്ടൽ ആൻഡ് കസീനോ. ഇനിയപ്പം ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എക്സ്ലട്ടിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ വഴി തെറ്റായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചകത്ത് കയറി അവിടെ നമ്മൾ പാർക്ക് ചെയ്തത് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ. ശരിക്കും ഡിസ്നി വേൾഡ് പോലെ ഉണ്ടല്ലേ. ഡിസ്നി ഡിസൈനാണ് ഇവരുടെ തീം. അടിപൊളി ബ്രൈറ്റ് ഗൈസ്. എന്നാ വെയിൽ. കാൽഗറിയിൽ മഞ്ഞ് പെയ്യാണ് ഗൈസ്. നമ്മൾ വേഗസിൽ. സ്വപ്നങ്ങളോ നമ്മൾ സ്വർഗത്തിലോ ഗന്ധർവലോകത്തിൻ. നമുക്കപ്പം ഇവിടെ ഓരോ കസീനോവും ഓരോ തീമിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ന്യൂയോർക്ക് കസീനോ ആൻഡ് ഹോട്ടലാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വെൻഡീസ്. ഈ വെൻഡീസിൽ ഞാൻ എൻ്റെ കോളേജ് ഗ്രാജുവേറ്റ് സമയത്ത് പാർട്ട് ടൈം ജോലി കയറിയിട്ടുണ്ട്. ഫുൾ ടൈം 1 വർഷം ചെയ്തിട്ടുണ്ട്. അവിടെ മാനേജറായി പ്രൊമോഷൻ ചെയ്തു. അങ്ങനെ ഒരു 1.5 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഫണ്ടായിരുന്നു, നല്ല ടീമാണ്. നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. Mushroom bacon cheeseburger, sausage breakfast burrito. Guys, നമുക്ക് ഷിജു ബ്രോ പറഞ്ഞിരിക്കുന്നത് ഫ്രഞ്ച് ടോസ്റ്റും ലിമോൺ ബ്രോ പറഞ്ഞത് sausage egg and cheese, and ഞാൻ പറഞ്ഞത് ചിക്കൻ മേപ്പിൾ ചിക്കൻ ക്രോസോൺ അകത്ത് വെച്ച് മേപ്പിൾ ചിക്കൻ ഗൈസ്. പപ്സ് പോലെ ക്രോസോൺ. ഫസ്റ്റ് ബൈറ്റ്. ഒരു മധുരവും എങ്ങനെയുണ്ട് ബ്രോഡ? എൻ്റെയും സൂപ്പർ. പിന്നെ ചോക്ലേറ്റ് ഫ്രോസ്റ്റി മിൽക്കും ഉണ്ട്. അങ്ങനെ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറ്റി നേരെ അടിപൊളി. ഇന്നലത്തെ ഡിന്നറും അടിപൊളിയായിരുന്നു.
ഇന്നത്തെ ബ്ലോഗിൽ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, സൂപ്പർ ആയിരുന്നു. ഇനി നമ്മൾ ഞാൻ തുറക്കട്ടെ. നേരെ റെഡ് റോക്ക് ക്യാനിയനാണ് പോകാൻ പോകുന്നത് ഗൈസ്. ലെറ്റ്സ് ഗോ. നല്ല കാറ്റുണ്ട് ഗൈസ്. നമ്മൾ റെഡ് റോക്ക് ക്യാനിയൻ സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ ഒരു സൈനേജ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഗായ്സ്, ഇവിടെ വലിയൊരു ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഈ പരബ്രഹ്മ നല്ല കുട്ടിയുടെ ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോ എടുക്കുന്ന ആളെ കണ്ട പല ആംഗിളിലാണ് ഗൈസ്. റെഡ് റോക്ക് കാനിയൻ. നമ്മൾ സീനിക് ഡ്രൈവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ ശരിക്കും വരുന്നവർ റിസർവ് ചെയ്യണം. ഇവിടെ റിസർവ് ചെയ്തിട്ടുണ്ട് വരാൻ. കാരണം ഞങ്ങൾ വന്നപ്പോൾ റിസർവേഷൻ ഇല്ലെങ്കിൽ തിരിച്ചു പോകാനുള്ള ബോർഡ് കണ്ടു. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് 2 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ലാസ്റ്റ് കാർ 8:59 നടക്കുന്നത്. 9 o'clock തൊട്ട് 2 മണിക്കൂറത്തേക്ക് സ്പോട്ട് ഇല്ലായിരുന്നു, സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഭയങ്കര ലക്കി ആയിരുന്നു. അതിമനോഹരമായ കാഴ്ച ഗൈസ്. ഭയങ്കര കാറ്റാണ്, പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു രക്ഷയില്ല ഗൈസ്. നിങ്ങളിത് കാണുക. തെന്നിപ്പോരുത്, ഇവിടെ ചരലാണ് ഗൈസ്. ഭയങ്കര ഭംഗിയില്. തിരിച്ചു കയറുമ്പോഴും തെന്നും മിക്കവാറും ചരലായതുകൊണ്ട് തറയിൽ ചരലാണ് ഗൈസ്. ഇറക്കം ഞാൻ കാണിച്ചു തരാം. ചരൽ മീൻസ് ചരല് പോലെ, ചരല് പോലെ കിടക്കുന്ന ചരലല്ലേ കുഞ്ഞ്. ഗൈസ്, ആ വ്യൂ നോക്ക്. ആൾക്കാരൊക്കെ ഈ മല കയറും. ഇതേതുകൊണ്ടോ അതെ ആൾക്കാർ കയറി പോന്നെ ഗൈസ്. അവിടെ ഒരാൾ മല ക്ലൈംബ് ചെയ്യുന്നുണ്ടോ? ഭയങ്കര കാറ്റ് ഗൈസ്. എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതുപോലത്തെ മലകളുണ്ടോ? ഷിജുബ്രം മുകളിൽ കയറാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ്. അയ്യോ, മുട്ട ഇടിക്കല്ലേ, കാലെടുത്ത് പൊക്കി വെച്ച് കയറാം. ഒരു രക്ഷയില്ല ഗൈസ്. കയറാനായിരിക്കും പാട് ഗായ്സ്. അടിപൊളി. നമുക്കിനി വേറെ സ്പോട്ട് ഉണ്ടല്ലോ. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം വേറെ വല്ല സീനിക് ബ്യൂട്ടി. ഈ റെഡ് റോക്ക് ക്യാനിയൻ്റെ വേറെ എന്താ പറയുക, വേറെ ഏരിയ, ഇവിടെ തന്നെയുള്ള വേറെ ഏരിയയോ അല്ല നോക്കാം. നമുക്കിവിടെ നിന്ന് പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പം നമ്മൾ റെഡ് റോക്ക് ക്യാനിയനിൽ നിന്നും ഞങ്ങൾ കയറി തിരിച്ചെത്തി ഗായ്സ്. നമ്മൾ വണ്ടി പാർക്കിംഗ് ലോട്ടിലെത്തി. ഇനി നമ്മൾ വണ്ടിയും എടുത്ത് നമ്മുടെ ബ്യൂക്ക് കിടക്കുന്ന കണ്ടോ ഗായ്സ്, അടിപൊളി വണ്ടി. ഇനി ഈ റോഡ് വഴി ഡ്രൈവ് ചെയ്ത് നമുക്ക് നോക്കാം എന്തെങ്കിലും കാഴ്ചകളുണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണിക്കും. അതില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിൽ കാണാം. ലെറ്റ്സ് ഗോ. വേറൊരു സ്പോട്ട് എത്തി. അയ്യോ, ഞാൻ ബൈക്ക് എടുത്തില്ല, കാറിൽ വെച്ച്, സോറി.
ഞാൻ വ്യൂ കാണിച്ചു തരാം. ഗൈസ്, അടുത്ത കാഴ്ച ഞാൻ കാണിക്കാൻ പോകുന്നത് വേഗസിലെ കുറച്ച് വീടുകളാണ്. നിങ്ങൾക്കും കാണാൻ ആഗ്രഹമില്ലേ? നിങ്ങൾ കുറച്ച് വീടുകൾ കാണാൻ പറ്റും. ഇവിടുത്തെ വീടുകളുടെ ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കാനഡയിലുള്ള വീടുകൾ പോലെ അല്ല. ബിൽഡിംഗ് നമ്പറും പിന്നെ ടൗൺ ഹൗസുകൾ പോലത്തെ അല്ലേ ഇത്. എന്നിട്ട് ഓരോരോ വീട് കാണാനൊക്കെ വീടുകൾ നല്ല ഭംഗി ഗൈസ്. ഹായ്, നോക്കി അത് നേരെ നടക്കണോ? ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തോട്ടൊക്കെ ടൗൺ ഹൗസ് പോലെ അല്ലേ? ഇതൊരു ഭംഗി കാണാൻ. ബിൽഡിങ്ങാ കണ്ടോ, ബിൽഡിംഗ് 11401, അതിനകത്ത് 101, 102, 103, 104 അങ്ങനെ. ഓ, ഇവരുടെ പോസ്റ്റ് ബോക്സ് വേണ്ട, അടിപൊളി. ശരിക്കും ഒരു വില്ല പോലെ അല്ലേ? അടിപൊളി അല്ലേ? നൈസ്. ഭയങ്കര രസമാണ്. എന്ത് സൈലൻ്റാണെന്നറിയോ? ഞാനതാ പയ്യെ സംസാരിക്കുന്നത്. ഒരു ശബ്ദം പോലും ഇല്ല. ഇവിടെ ആൾക്കാർ താമസിക്കുന്ന പോലും തോന്നുന്നില്ലേ? ഞങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ശുചിപുറ വണ്ടിക്കാക്കിരിക്കുക, റെസ്റ്റ് എടുക്കും. ഞങ്ങളിനി നേരെ ഹൂവർ ഡാമിലേക്ക് വിടുകയാണ്. നമ്മൾ അടുത്ത കാഴ്ചയിൽ കാണാൻ പറ്റുന്നത് ഹൂവർ ഡാമാണ്. ഹൂവർ ഡാം അവിടുത്തെ അവിടെ ടൂർ വരും. ഇന്ന് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ പിന്നെ പ്രൈസ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഹൂവർ ഡാം ടൂർ എടുക്കണോ വേണ്ടത്, ഗൈഡഡ് ടൂർ. ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്നുള്ള ഭംഗിയെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് സ്ട്രിപ്പിലേക്ക് വരാം. ഈ വീട് അടിപൊളിയല്ലേ? എല്ലാവരും ചെടി വെച്ചിരിക്കുന്ന നോക്കിയേ, വേരിയിൽ പടർന്നു കയറിയിരിക്കുക കേട്ടാ. എല്ലാം എന്ത് മെയിൻ്റനൻസ് ആയിരിക്കും എന്നറിയോ ഇതൊക്കെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വെക്കാൻ. ഇത് കണ്ടോ ഗൈസ്, ഗൾഫ് കൺട്രീസിൽ ദുബായിലൊക്കെ പോലുള്ള പനമരം പോലെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോൾ ഈ ഒരു സ്പോട്ട് കണ്ടു, ഒരു ഗാർഡൻ പോലെ ഗൈസ്. കാണാമോ? എന്ത് ഭംഗി വേഗസ് കാണാൻ. വേഗസ് ഒരു തെറ്റിദ്ധാരണ ആളുകളിലുണ്ട്, അത് മാറ്റാനാണ് ഞാൻ ഈ വേഗസിലേക്ക് വന്നത് ഗൈസ്. സത്യം, വേഗസ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്ഥലമാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ഇല്ല, മോശത്തിന് മോശമായ കാര്യങ്ങളും ഉണ്ട്, സത്യം. അതേപോലെയാണ് ഏത് നാട്, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെന്ന് പറയാൻ പറ്റും. ഏത് നാട്ടിൻ്റെ മോശമുള്ള സാധനം ഇല്ലാത്തത്? അത് വേണ്ടവർക്ക് പോവാം. വേഗസ് അടിപൊളി സ്ഥലമാണ്, എല്ലാവരും വേണ്ടത്. എന്തോ ഒരു ഫാമിലീസോടെ വരുമെന്ന് അറിയാം. അടിപൊളി ഭംഗി, അടിപൊളി, എല്ലാം എൻജോയ് ചെയ്യാം. ഒരുപാട് നല്ല 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 അട്രാക്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇമ്പ്രസ്സായി എന്തായാലും വരണം വേഗസിലേക്ക്. ഇനിയും കാഴ്ചകൾ അങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. അടുത്ത വീഡിയോ ഈ ഹൂവർ ഡാം അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് കാനഡ സൈനിങ് ഓഫ്.